അഭിലാഷ് പുറത്തായപ്പോൾ ഉണ്ടായ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അഭിലാഷിന് മുന്നേ പുറത്തായത് ജിഷിനാണ്. ജിഷിൻ പുറത്തായപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു സ്ട്രോങ് ആയ ഒരു മത്സരാർത്ഥിയാണ്, പ്രേക്ഷക വിധി എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, പ്രേക്ഷക വിധി പ്രകാരം തന്നെയാണ് ജിഷിൻ പുറത്തേക്ക് പോയത് എന്നൊക്കെ. അങ്ങനെ ജിഷിൻ പുറത്തു പോയി. ജിഷിന് ശേഷം അഭിലാഷ് പുറത്തു പോകുമ്പോൾ അക്ബർ പറയുന്നുണ്ടായിരുന്നു, എടാ സാബുമേനും ലക്ഷ്മിയും ഒക്കെ ഇവിടെ ഉള്ള സമയത്താണ് അഭിലാഷിനെ പോലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി പുറത്തു പോകുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒനീലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒനീൽ അഭിലാഷ് പോയ ദുഃഖത്തിൽ അവിടെ നിൽക്കുകയാണ്. ഒനീലൊന്നും മറുപടി പറയുന്നില്ല. അഭിലാഷ് നേരെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോൾ ലാലേട്ടൻ നേരെ മത്സരാർത്ഥികളുടെ അടുത്തേക്ക് അഭിലാഷിനെ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അഭിലാഷ് പുറത്തായ സമയത്ത് അക്ബർ ഒരു കാര്യം പറഞ്ഞിരുന്നു, അഭിലാഷ് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ്, വേറെ ആൾക്കാരായിരുന്നു അവിടെ പോകേണ്ടതെന്നൊക്കെ. പക്ഷേ പ്രേക്ഷക വിധി അത് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പ്രേക്ഷകർ എന്താണോ തീരുമാനിക്കുന്നത്, ഏത് രീതിയിലാണോ അവർ നിങ്ങളുടെ ഗെയിമിനെ കാണുന്നത്, എടുക്കുന്നത്, അതിനനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത്. ആ വോട്ടിംഗ് പ്രകാരം തന്നെയാണ് അഭിലാഷ് പോയത്. കാരണം പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്കോ അക്ബർ പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അത് നാളെ വലിയ ചർച്ചയാവും അതിൻ്റെ ഉള്ളിലൊക്കെ. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ പുറത്ത് പോകുന്നു, ഇത് ബിഗ് ബോസിൻ്റെ ഒത്തുകളിയാണോ, സാബുമേനും ലക്ഷ്മിയും ഒക്കെ ഉള്ള സമയത്താണ് അഭിലാഷിനെ പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ആൾ പോകുന്നതെന്നാണ് അക്ബർ പറഞ്ഞത്. അവിടെ വേറൊരു കാര്യമുണ്ട്, അക്ബർ വിചാരിക്കുന്നത് അഭിലാഷ് അവരുടെ അടുത്ത് മാത്രമാണ് ഒരു ഗ്രൂപ്പിസം പോലെയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് പ്രേക്ഷകർക്ക് അഭിലാഷിന് അത്രത്തോളം ഇഷ്ടമില്ലായിരുന്നു. കാരണം അഭിലാഷ് ഒരു ഗ്രൂപ്പിസമാണ്, പരദൂഷണം അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുന്ന ഒരു അഭിലാഷിനോട് സ്ക്രീൻ സ്പേസ് ഒന്നും അഭിലാഷിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു വൈൽഡ് കാർഡ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ നേരത്തെ പുറത്താവേണ്ട ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഭിലാഷ്. അപ്പോൾ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.